വികലമായ ഭാരത ഭൂപടവുമായി സ്കൂൾ ചോദ്യപേപ്പർ നൽകിയത് ജമ്മുകശ്മീരും ലഡാക്കും ഇല്ലാത്ത ഭൂപടം. 9ാം ക്ലാസ്സിലെ 2ാം പാദ പരീക്ഷയിലാണ് വിവാദ ഭൂപടം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശവിരുദ്ധരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം നടന്ന 9ാം ക്ലാസ്സിലെ 2ാം പാദ വാർഷിക പരീക്ഷയിലെ സാമൂഹ്യശാസ്ത്രം ചോദ്യപേപ്പറാണിത്. ഇതിലെ 15ാമത്തെ ചോദ്യത്തിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ വികലമായ ഭൂപടം ഉൾപ്പെടുത്തിയത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കശ്മീരും ലഡാക്കും സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശും പഞ്ചാബും ഉത്തരാഖണ്ഡും ഒന്നുമില്ലാതെയുള്ള വെട്ടിമുറിച്ച ഭൂപടമാണ് ചോദ്യപേപ്പറിലുള്ളത്. ഒരു വശത്ത് നാഗാലാൻഡിനെയും നെടുകെ മുറിച്ചിരിക്കുന്നു. അസമിന്റെയും അരുണാചൽ പ്രദേശിന്റെയും ഭാഗങ്ങളും ഭാരത ഭൂപടത്തിൽ കാണാനില്ല. രാജ്യത്തിന്റെ ഭൂപടം അവതരിപ്പിക്കപ്പെടുമ്പോൾ അപൂർണതയുണ്ടാകരുതെന്നത് ഭരണഘടനാപരമായ തത്വമാണ്. സർവേ ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്നവയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ മാത്രമാണ് രാജ്യത്തിന്റെ ഭൂപടം പ്രസിദ്ധീകരിക്കാനും കഴിയുക. അല്ലാതെയുള്ള ഏതൊരു ചിത്രീകരണവും 1961 ക്രിമിനൽ നിയമ ഭേദഗതി പ്രകാരം 6 മാസം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ചട്ടം ഇതായിരിക്കെയാണ് സ്കൂൾ പരീക്ഷാ പേപ്പറിൽ തന്നെ നിയമവിരുദ്ധമായ ഭൂപട ചിത്രീകരണം. ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഗമായ ഭൂപടരചനയടക്കമുള്ള പഠനരീതികൾ നേരത്തെ തന്നെ അവഗണിക്കപ്പെട്ടിരുന്നു. ഇതിനൊപ്പമാണ് ഛേദിക്കപ്പെട്ട നിലയിലുള്ള ഭൂപടം കൂടി കുട്ടികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. വിഷയത്തിൽ ദേശവിരുദ്ധരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്ത് അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തി. ജനം, തിരുവനന്തപുരം.